കടൽ കടന്നു വന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും പിന്നീട് ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ബാൻഡ് മേളം കേരളത്തിൻ്റെ സംസ്കാരം നെഞ്ചിലേറ്റുകയും ആവേശത്തോടെ വരവേൽക്കുകയും ചെയ്ത ബാൻഡ് മേളം ഇന്ന് ഒരു സ്വാഗത സംസ്കാരമാണ്. ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഓരോ വളർച്ചയിലും ബാൻഡ് മേളം നിറഞ്ഞു നിൽക്കുന്നു. തിരുനാളുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കൂദാശകളുടെ ആഘോഷവേളകളിലും എന്തിന് മരണാനന്തര ചടങ്ങുകളിൽ പോലും ബാൻഡ് മേളം ഒരു അനിവാര്യ ഘടകമായി മാറി. നമുക്ക് വളരെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ക്രിസ്തീയ കലയായ ഒരു ബാൻഡ് സെറ്റിൻ്റെ കുറിച്ച് സംസാരിക്കാനായിട്ട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനിച്ചതു മുതൽ കണ്ടും കേട്ടും വളർന്ന ഒരു കലയാണത്. കാരണം എൻ്റെ അപ്പച്ചൻ ഒരു ബാൻഡ് മാസ്റ്ററായിരുന്നു. ആ ബാൻഡിൽ മ്യൂസിക്കുകളും പാട്ടുകളുമൊക്കെ ചിട്ടപ്പെടുത്തുന്നത് വീട്ടിലായിരുന്നു. അപ്പോൾ കുഞ്ഞുനാളിലെ ആ ബാൻഡ് മേളം കേട്ടാണ് വളർന്നത്. ഇനി അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാരണവന്മാർ പറയുന്നത് ഇത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഉണ്ടായതുപോലെയാണ്. മിഷണറിമാരുടെ മുൻകൈയെടുക്കലിലൂടെയാണ് ഈ ബാൻഡ് സെറ്റ് കേരളത്തിൽ ഉത്ഭവിച്ചത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊച്ചിയിൽ തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വകയിൽ വികാരിയായിരുന്ന ജോൺ എടക്കാട്ടച്ചൻ സ്പെയിനിൽ പോയി അന്നത്തെ കുട്ടികൾക്ക് വേണ്ടി ബാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് മേടിച്ച് കപ്പൽ മാർഗം കൊണ്ടുവരികയും ഒരു സ്കൗട്ട് ബാൻഡ് ആരംഭിക്കുകയും ചെയ്തുവെന്നാണ്. ആ സ്കൗട്ട് ബാൻഡിലാണ് ബാൻഡ് സെറ്റിൻ്റെ ആരംഭം. ആ ബാൻഡ് സെറ്റ് വളർന്നു വന്ന, ആ സ്കൗട്ടിൽ വളർന്നു വന്ന പലരും പിന്നീട് പല വലിയ മ്യൂസീഷ്യൻസ് ആയെന്നാണ് കേട്ടിട്ടുള്ളത്. അവർ മാത്രമല്ല, അവരുടെ മക്കളും ബാൻഡ് സെറ്റിൽ മാത്രമല്ല, പിന്നെ വയലിൻ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസുകളൊക്കെ പഠിക്കുവാനായിട്ട് ഈ ബാൻഡ് സെറ്റ് വഴി ഒരു കാരണമായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ബാൻഡ് സെറ്റ് കേരളത്തിൽ ഒരു മതാത്മകമായിട്ടുള്ള അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പള്ളി തിരുനാളുകളിലും അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകളിലും വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കാനും ആദരിക്കാനുമൊക്കെ ഈ ബാൻഡ് മേളം, ഈ കല ഒരു അവിഭാജ്യ ഘടകമായി മാറി. ഡോൺ ബോസ്കോയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, വിശുദ്ധ ഡോൺ ബോസ്കോയെക്കുറിച്ച്. അദ്ദേഹം കുട്ടികളെ പള്ളിയിലോട്ട് കൊണ്ടുവരുവാനായിട്ട്, ഇങ്ങനെ കുസൃതി കാണിച്ചിരുന്ന കുട്ടികളെയൊക്കെ പള്ളിയിലോട്ട് അടുപ്പിക്കുവാനായിട്ട് പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് കുറേ മാജിക്കുകളൊക്കെ കാണിച്ച് അവരെ ആകർഷിച്ച് പള്ളിയിലോട്ട് കൊണ്ടുവരുമായിരുന്നു. ഇതുപോലെ പലപ്പോഴും പള്ളി പ്രദക്ഷിണങ്ങളിലും പള്ളി മുറ്റത്തും തിരുനാളവസരങ്ങളിൽ നല്ല ബാൻഡ് മേളങ്ങൾ കേൾക്കുവാനായിട്ട് ചെറുപ്പക്കാരെ തടിച്ചു കൂടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാൻഡ് മേളം കേൾക്കുവാനായിട്ട് വരുന്നത് വഴി പള്ളിയിലോട്ട് വരികയും പിന്നീട് തിരുക്കർമ്മങ്ങളിൽ അവർ പങ്കെടുക്കുകയും അങ്ങനെ പങ്കെടുക്കുന്ന അവസരങ്ങളിലൊക്കെ അവരുടെ ഹൃദയത്തിൽ ദൈവവചനം സ്പർശിച്ച് അവർക്ക് മാനസാന്തരം വന്നിട്ടുള്ള സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ഉണ്ടാകാതിരുന്നിട്ടില്ല. അപ്പോൾ ബാൻഡ് കല അതൊരു വിശ്വാസം വളർത്താൻ സഹായിച്ച ഒരു കലയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനിവൽക്കരണ കാലഘട്ടങ്ങളിൽ കുടിയേറിയ സംസ്കാരം കേരളത്തിൽ വന്നു ചേരുന്നത് പോർച്ചുഗീസുകാർ വഴിയാണ്. 1920 ഫാദർ ജോൺ എടക്കാട്
കൊച്ചിൻ സ്കൗട്ട് ബാൻഡ് എന്ന പേരിൽ തുടങ്ങിയ സ്കൂൾ ബാൻഡാണ് ഇന്ന് നമ്മൾ കാണുന്ന ബാൻഡ് സെറ്റുകളായി രൂപാന്തരം സംഭവിച്ചത്. ബാൻഡ് മേളത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യകാല ബാൻഡ് മേള കുടുംബാംഗമായ ബെന്നി പരിയാത്തുശ്ശേരി ഇന്നും ബാൻഡ് സെറ്റുമായി മുന്നോട്ടു പോകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ ക്രിസ്തീയ മിഷണറിമാരുടെ സേവനം അവിസ്മരണീയമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൂടുതൽ ആകർഷകമാക്കാൻ സ്കൂളുകളിൽ മാർച്ചിങ് ബാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. തുടർന്ന് അമച്വർ ബാൻഡ് സംഘങ്ങളാവുകയും പിന്നീടത് ഇന്ന് കാണുന്ന പ്രൊഫഷണൽ സ്വഭാവമുള്ള ബാൻഡ് സെറ്റ് ആയി മാറുകയും ചെയ്തു. പോർച്ചുഗൽ വഴിയാണ് ഈ ബാൻഡ് സെറ്റ് കടന്ന് കൊച്ചിയിലെത്തിയിട്ടുള്ളത്. ആദ്യകാല ബാൻഡ് സംഘങ്ങളിൽ അംഗങ്ങളായിരുന്നു എൻ്റെ പിതാവ് വർഗീസ് പരിയാത്തുശ്ശേരിയും എൻ്റെ കൊച്ചാപ്പൻ പിതാവിൻ്റെ അനുജൻ സേവ്യർ പരിയാത്തുശ്ശേരിയും. അവരിൽ നിന്ന് ലഭിച്ച പൈതൃക സ്വത്താണ് ഇപ്പോൾ സെയിൻറ്റ് ജോസഫ് ബാൻഡ് സെറ്റ് കണ്ടക്കടവ് എന്ന നാമധേയത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്.
ഇത് പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഭാഗമാണെങ്കിലും കേരള സംഗീതത്തിന് വളരെ അധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് ബാൻഡ് സെറ്റ് വളരെ അധികം പ്രചോദനമായിട്ടുണ്ട്. ബാൻഡ് സെറ്റിൻ്റെ ആ ഋതമനുസരിച്ച് പല മ്യൂസിക് ഡയറക്ടേഴ്സും പാട്ട് ചിട്ടപ്പെടുത്താറുണ്ട്. ടൈറ്റാനിക് എന്ന സിനിമയിൽ ടൈറ്റാനിക് കപ്പൽ മുങ്ങുമ്പോൾ ഉള്ള നിയറർ മൈ ഗോഡ് ടു ദി എന്ന് തുടങ്ങുന്ന ആ ഫേമസ് ട്രാജിക് സോങ് ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ബാൻഡിൽ പ്ലേ ചെയ്യുന്നതാണ്. അത് നമുക്ക് പറയാം അതൊരു ഇൻ്റർനാഷണൽ സോങ് ആണ്. അത് ബാൻഡിൽ നിന്ന് കടമെടുത്താണ് ടൈറ്റാനിക്കിൽ ഇട്ടിട്ടുള്ളതെന്ന് നമുക്ക് കരുതാൻ സാധിക്കും. ഈ ബാൻഡ് മേളം പള്ളികളിലും അതുപോലെ തന്നെ പല ആവശ്യങ്ങളിലുമൊക്കെ കേട്ട് വളർന്നിട്ടുള്ളവരാണ് നമ്മൾ. ചില മ്യൂസീഷ്യൻസ് എങ്കിലും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അവരുടെ പാട്ടുകളൊക്കെ ഈണം ചെയ്തപ്പോൾ പണ്ട് പാടിക്കേട്ട അല്ലെ വായിച്ച് കേട്ട ബാൻഡ് ഋതങ്ങളും ബാൻഡ് മ്യൂസിക്കുകളുമൊക്കെയാണ് അവരെ ഒരു പോപ്പുലർ മ്യൂസിക് പാട്ടിലോട്ട് കൊണ്ടുവരുവാനായിട്ട് സഹായിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു ആഴത്തിൽ ഈവൻ സിനിമ പാട്ടുകളിലുമൊക്കെ സ്വാധീനം, നല്ല പാട്ടുകളുണ്ടാകാൻ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് ഈ ബാൻഡ് മേളങ്ങൾ എന്ന് പ്രത്യേകം ഓർത്തു പോവുകയാണ്.
ആത്മീയ വേദികളിൽ വിശ്വാസം വിളിച്ചുണർത്തുകയും സംഗീത മനസ്സുകളിൽ താളലയ വിസ്മയം ഒരുക്കുകയും ചെയ്യുന്ന സംഗീത സബരിയാണ് ബാൻഡ് മേളം. വേഗവും താളവും മുറുകി നിൽക്കുന്ന സിനിമാ ഗാനങ്ങളുടെ അതിപ്രസരത്തിൽ പാരമ്പര്യ സംഗീതത്തെ ചേർത്ത് നിർത്തുന്ന അപൂർവം ബാൻഡ് സെറ്റുകൾ മാത്രമേ ഇന്നും കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ. കൊട്ടുപാട്ടുകൾ ആരവങ്ങൾക്കും ക്ലാസിക്കുകൾ ആരാധനയ്ക്കും സഹൃദയ മനസ്സുകൾക്ക് ബാൻഡ് മേളങ്ങൾ സമ്മാനിക്കുന്നു. കർണാട്ടിക് സോങ് പ്ലേ ചെയ്യുന്നത്, കർണാട്ടിക് ആയിട്ട് ബാൻഡിൽ പ്ലേ ചെയ്ത് നന്നായിട്ട് വായിക്കാൻ കഴിയുന്നത് വളരെ ഒരു ശ്രമകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പഴയകാല ബാൻഡ് സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിച്ചതുകൊണ്ടും മാത്രമാണ് കർണാട്ടിക് സോങ് ഇപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്.
ബാൻഡ് മേളം ഈ കല മരണാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും വിരളമായിട്ടെങ്കിലും ഉണ്ട്. ബാൻഡ് മേളം മരണാവശ്യങ്ങളിൽ പാടുമ്പോൾ മിക്കവാറും അത് ഒന്നെങ്കിൽ ക്രിസ്തീയ സങ്കീർത്തനങ്ങളോ ഇല്ലെങ്കിൽ ഇൻ്റർനാഷണലായിട്ടുള്ള ഹിമ്മുകളൊക്കെയാണ് അവർ വാൾസ് രൂപത്തിൽ പാടിക്കൊണ്ട് പ്രൊസഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ ഒരു ശവസംസ്കാര പ്രദക്ഷിണം നടക്കുമ്പോൾ ചിലപ്പോൾ ബാൻഡ് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ അപ്പോൾ കൊടുക്കുന്നത് വലിയൊരു സന്ദേശമാണ്. അതായത് ഈ നമ്മൾ സംഭവിച്ചു കൊണ്ടുപോകുന്ന ആ മരിച്ചയാളുടെ മൃതശരീരം എന്ന് പറയുന്നതിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മന്ത്രിമാർ വരുമ്പോഴും അതുപോലെ തന്നെ വലിയ വലിയ വിശിഷ്ട വ്യക്തികൾ വരുമ്പോഴും സ്വീകരിച്ച് ആദരിക്കുന്ന അതേ ബഹുമാനത്തോടു കൂടെ തന്നെ മൃതശരീരത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് ദേവാലയത്തിലോട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ, അതായത് നമ്മൾ എല്ലാവരും മരണത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ഈ മനുഷ്യ ശരീരമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആലയമായിരുന്നതാണ്. അതുകൊണ്ട് എല്ലാ ബഹുമാനവും അതിന് കൊടുക്കുകയാണ്. ഇതിനുശേഷം ലത്തീൻ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ച കൂടി നമുക്ക് കാണാം. ഇങ്ങനെ ആദരിച്ച് നമ്മൾ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ കൊണ്ടുവരുന്ന ആ മൃതശരീരത്തെ വൈദികൻ കുന്തിരിക്കമിട്ട് ചുറ്റും നടന്ന് ധൂപിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അത് പറഞ്ഞു തരുന്ന സത്യം ഇതാണ്. അതായത് ഈ മൃതശരീരം എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ ആലയമായിരുന്നതാണ്. ഇത് വീണ്ടും സമയത്തിൻ്റെ പൂർണ്ണതയിൽ സർവമഹത്വത്തോട് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ മഹിമയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരത്തിന് സാരൂപ്യം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ആ ശരീരത്തെ ഞങ്ങൾ ആദരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സന്ദേശം കൂടിയൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ബാൻഡ് മേളം മരണാവശ്യങ്ങളിൽ നമുക്ക് ദുഃഖത്തിൽ നിന്ന് ഒരു പ്രത്യാശയിലേക്ക് ഉയരുവാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം പോലെ ആയിട്ടും എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്.